ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ആദിത്യൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളതേ ചാവക്കാട് ചേറ്റുവ ലൈറ്റ് ഹൗസിലാണുള്ളത്. നമ്മുടെ ആനയും കടലും ഒക്കെ പോലെ തന്നെയാണ് നമുക്ക് ഈ ലൈറ്റ് ഹൗസും. നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. അതിൻ്റെ ഒരു സൗന്ദര്യം വേറെ തന്നെ. ചേറ്റുവ ലൈറ്റ് ഹൗസ് ഇപ്പം അടുത്താണെന്ന് തോന്നണം കേട്ടോ. മുന്നേ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അടുത്താണ് കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഈവനിങ് ടൈം നമുക്ക് അടിപൊളിയാക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് നമ്മളെ ലൈറ്റ് ഹൗസ് കേട്ടോ. ഇതിൽ നവീകരിച്ച് വെച്ചിട്ടുള്ളതിൽ കുട്ടികളുടെ പാർക്ക് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ഒരുപാട് കളിക്കുന്ന സാധനങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലേക്ക് പാർക്കിങ്ങിന് ഫീ ഒന്നുമില്ല, എൻട്രി ഫ്രീ ആണ്. പക്ഷേ ഈ ലൈറ്റ് ഹൗസിലേക്ക് കയറാനായിട്ട് നമുക്ക് ചെറിയൊരു ചാർജ് ഉണ്ട്. 10 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത് ഒരാൾക്ക് കേട്ടോ. അത് വലിയൊരു തുകയൊന്നുമല്ല. അതിൻ്റെ മുകളിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കിളി പോകും. അമ്മാതിരി ലൈറ്റ് ഹൗസാണ്. ഇതിന് വിസിറ്റിംഗ് ടൈമൊക്കെ ഉണ്ട്. ഒരു 4 മണി മുതൽ 6 മണിയുടെ വേണം നമുക്ക് ഈ ലൈറ്റ് ഹൗസിലേക്ക് കയറാനായിട്ട്. നമ്മൾ ചെല്ലുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളോട് ചെരുപ്പൊക്കെ ഇവിടെ അഴിച്ചു വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പ് അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഇടുങ്ങിയതും പ്രത്യേകതയുള്ള ഒരു പ്രത്യേകതരം സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. ഇനിയിപ്പോൾ അത് വഴിക്ക് വീഴുമെന്ന് പേടിച്ചിട്ടാണോ അതോ മണ്ണാക്കാതിരിക്കാനാണോ എന്താണോ എന്നറിയില്ല. നമ്മളോട് ചെരുപ്പ് അവിടെ ഊരി വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. 147 സ്റ്റെപ്പാണ് നമ്മൾ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ അവർ നമ്പറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റൂട്ടാ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കയറി ഉണ്ടാക്കാനായിട്ട്. എന്നാലും രസമാണ്. ഇത് കഷ്ടപ്പെട്ട് നമ്മളവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഒന്നും പറയാണ്ടിരിക്കുന്നതല്ലേ. പ്രത്യേകതരം വൈബ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് സംഭവം. ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ പേടി കൂട്ടാ. കുറച്ച് കയറിയിട്ട് മുകളിലേക്കും താഴേക്കൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് ഒക്കെയാണ് വരുന്നത്. ഈ ചേറ്റുവ ലൈറ്റ് ഹൗസ് 1986 ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയണത്. ഇതിൻ്റെ കണക്ക് പ്രകാരം അവിടെ ഡേറ്റ് നോട്ട് ചെയ്തിട്ടുണ്ട് അവർ. 29 സെപ്റ്റംബർ 1986 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കയറി 100 സ്റ്റെപ്പായിട്ടുണ്ട്. ഇനി 47 സ്റ്റെപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിലെത്തൂട്ടാ. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ വിൻഡോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ വിൻഡോസിൽ കൂടെയൊക്കെയുള്ള കാഴ്ച ഗംഭീരം തന്നെയാണ്. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടാ. ഇത് എല്ലാവരും വന്നിട്ടുണ്ടാവും. നമ്മളെ സൂര്യൻ ഏകദേശം അസ്തമിക്കാനായിട്ടുണ്ട്. നമ്മൾ ഏകദേശം മുകളിലെത്തുമ്പോഴേക്കും ആൾ അസ്തമിക്കുന്ന തോന്നുന്നു കേട്ടോ. 147. അങ്ങനെ നമ്മൾ 147ാമത്തെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഹായ്യ, ഇതാണ് ലൈറ്റ് ഇട്ടാ. നമ്മളിപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ലൈറ്റ് കാണാറില്ലേ, അത് ഇതാണ്. ഇതിൻ്റെ മുകളിൽ കയറാൻ നമുക്ക് പെർമിഷനൊന്നുമില്ല. അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ കയറാൻ പറ്റുമൊന്നുമില്ല. ലൈറ്റ് കാണാനില്ല. ഈ ലൈറ്റാണ് അവിടെ കിടന്ന് തിരിയണത്. നമ്മൾ ചെല്ലണ നേരത്തെ അത് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റാണ് ആ കടലിലേക്കും അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ അസ്തമിക്കാനായിട്ട് കേട്ടോ. ഇവിടെ നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലവരൊക്കെ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ വന്ന റോഡ് നോക്കി, പ്രത്യേകതയല്ലേ. ലുക്ക് എന്ന് പറഞ്ഞാൽ ലുക്ക് തന്നെയാണ്. നമ്മളെ വീടൊന്നും കാണാനില്ല കേട്ടോ. കംപ്ലീറ്റ് തെങ്ങുകൾ മാത്രമേ കാണാനുള്ളൂ. ഒരുവിധ ഹൈറ്റിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാഴ്ച നമ്മളുടെ കേരം തെങ്ങും കേരള നാട്ടിൽ കേരം മാത്രമേ കാണാനുള്ളൂ. വീടുകളൊന്നും കാണാനില്ല. വെറും തെങ്ങ് മാത്രമേ കാണാനുള്ളൂ. എൻ്റെ പൊന്നോ, ഇതൊന്നൊന്നര വൈബാണ് കേട്ടോ. ചിന്തിക്കണ്ട. അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ചിലവർ കയറിയിട്ട് ക്ഷീണിച്ചിട്ട് താഴേക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്തില്ല എന്നുള്ളൂ. ചിലവർ പേടിച്ചിട്ട് ഈ ചെമ്മരിനോട് ചേർന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളെ വണ്ടിയൊക്കെ ഇരിക്കുന്നു നോക്കി, പൊട്ടുപോലെ അല്ലേ. അടിപൊളി തന്നെ കേട്ടോ. ചിന്തിക്കണ്ട. കണ്ട കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട. അവരൊക്കെ പേടിച്ചിട്ടിരിക്കുന്ന കേട്ടോ. കടലിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ശാന്തമായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും മുകളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ താപ്പുള്ളവരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ
ഇങ്ങോട്ട് വരുന്നത് നന്നായിരിക്കും കേട്ടോ. നമ്മളൊരു ഈവനിങ് അടിപൊളി തന്നെയാണ്, ഒരിക്കലും നഷ്ടമാവില്ല. ഇതിപ്പോൾ നമ്മൾ കയറി വന്ന സ്ഥലമാണ്, ആ പാർക്കും കാര്യങ്ങളൊക്കെ, അതുപോലെ ടിക്കറ്റ് എടുക്കാൻ ചെയ്യുന്ന ഓഫീസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ 1986 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. 19 നോട്ടിക്കൽ മൈൽ അകലം, അതായത് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ, ഏകദേശം 35 കിലോമീറ്റർ അകലം വരെ നമുക്ക് ഈ ലൈറ്റ് കാണാൻ കഴിയുമെന്നാണ് പറയണത്. 2003 ഈ ലൈറ്റ് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മൊത്തം കയറി ഉയരം എത്രയെന്ന് അറിയുമോ? 30 മീറ്റർ വരും, ഏകദേശം 98 അടിയാണ് അതിൻ്റെ നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു സിലിണ്ടർ ടൈപ്പാണ് ടവർ വരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ഒരു ലൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബാൽക്കണിയാണ്. 2 ബാൽക്കണി ഉണ്ട് ഇതിന്. ഒന്നിലാണ് നമ്മൾ നിൽക്കുന്നത്, അടുത്ത സ്റ്റെപ്പിലാണ് അതിൻ്റെ ലൈറ്റൊക്കെ വരുന്നത്. 33.8 മീറ്ററാണ് ലൈറ്റിൻ്റെ ഇത് വരുന്നത്. 111 അടി. ഹലോജൻ ബൾബ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹലോജൻ ബൾബാണ് കേട്ടോ. ഇതിൻ്റെ ഇനി ഇത് വേറെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. മുന്നേ എഴുതി വെച്ചുള്ള പോലെ തോന്നി ഹലോജൻ ബൾബ്. ഈ നമ്മൾ ഈ ലോകത്താകെ 20,000 ലൈറ്റ് ഹൗസുകളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 20,000 ലൈറ്റ് ഹൗസ്. അതിൽ 18,600 ഇപ്പോൾ റണ്ണിങ് എന്ന് വെച്ചാൽ മീൻസ് നമുക്ക് കാണാനും അതുപോലെ തന്നെ അതിലേക്ക് കയറാനും അതിൻ്റെ പ്രവർത്തനമൊക്കെ നിൽക്കുന്നത് ഏകദേശം ഒരു 18,600. ഇതാണ് ആ ലൈറ്റ് വരുന്നത്. ഒരു രക്ഷയില്ല. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അത്ര ഡിസ്റ്റൻസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഇത്. അടിപൊളിയിടാ. കണക്കുകൾ പ്രകാരം ഇന്ത്യയിലാകെ 204 ലൈറ്റ് ഹൗസ് ഉണ്ടെന്നാണ് പറയണത്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയത് നമ്മളെ കേരളത്തിലാണ്. എവിടെയാണെന്നറിയോ? വിഴിഞ്ഞം, തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ കേരളക്കാർ ഭാഗ്യവന്മാരല്ലേ. ഏറ്റവും വലുത് ഉയരം കൂടിയത് നമ്മളെ കേരളത്തിലാണ് കേട്ടോ, വിഴിഞ്ഞം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസേ സൗദി അറേബ്യയിലാണ് കേട്ടോ. അതിൻ്റെ ഉയരം വരുന്നത് 436 അടിയാണ്. എൻ്റെ പൊന്നെ, നമ്മളാകെ 98 അടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 436 അടിയിലൊക്കെ കയറിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അതിൻ്റെ തൊട്ടടുത്ത് നമ്മളെ ജപ്പാനാണുള്ളത്. അവിടെ 352 അടിയിലുണ്ട്, 348 അടിയിലുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം താഴത്തേക്ക് ഇറങ്ങാണ്. സ്റ്റെപ്പ് മെല്ലെ കയറിയിട്ടും കുറേ ആൾക്കാർ പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ആരോ കടൽ കാണാൻ വന്നിട്ട് കയറിയതാണ് തോന്നുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് മുതലൊക്കെ വെള്ളം കാണാനുണ്ട്. ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാലൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇങ്ങോട്ട് കയറാനായിട്ട്. മറ്റുള്ളവർ വഴിക്ക് വീഴില്ലേ. ഇത് കയറണവർ വേണം ശ്രദ്ധിക്കാൻ. വെറുതെ എല്ലാവരും ചെരുപ്പ് അവിടെ ഊരിയിടാനായിട്ട് പറഞ്ഞത്. അത് ഉണ്ണീസ് അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും താഴെയിട്ടേ നമ്മൾ ഇവിടുത്തെ എന്നല്ല കേട്ടോ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. ശ്രദ്ധയോടെ അതൊക്കെ വായിക്കുക. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളുള്ളത് നമ്മളല്ല ആദ്യം കാണേണ്ടത്. നമ്മളിതൊക്കെ കണ്ടതിന് ശേഷം മതിയില്ലേ പുറത്തേക്കുള്ള സഞ്ചാരമൊക്കെ. എന്തായാലും അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളൊന്ന് ലൈറ്റ് ഹൗസ് കാണുന്ന നേരത്ത് നമ്മൾ ഉണ്ണീനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. പാർക്കിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റിട്ടത്ത് ഒന്ന് ഷൂട്ട് ചെയ്ത് എടുക്കാം. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അത് നമ്മൾ റൂട്ടിൽ വെക്കേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല. ഈവനിങ് ടൈം അടിപൊളിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ണികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി മുകളിൽ കയറാൻ പേടിയുള്ളവർക്ക് താഴത്തെ പാർക്കിൽ അടിപൊളിയായിട്ട് വിശ്രമിക്കാം. അപ്പോൾ പേടിയില്ലാത്തവർ മുകളിൽ കയറി കണ്ടുവരുമ്പോൾ അവർക്ക് അവിടെ അടിപൊളിയായിട്ട് ഇരിക്കാം. ചെറിയ പൂന്തോട്ടമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പൂക്കളും മരങ്ങളൊക്കെ, അത്യാവശ്യം ചെറിയ ഗാർഡനുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാനൊക്കെ പറ്റും. ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാവക്കാട് ബീച്ച് വന്നു കഴിഞ്ഞിട്ട് അഞ്ചങ്ങാടിയിലേക്ക് പോകുന്ന റോഡ് ജസ്റ്റാണ്, വളരെ അടുത്താണ്. നമുക്ക് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സിന് വരുന്നവരാണെങ്കിൽ ചാവക്കാട് സ്റ്റാൻഡിൽ നിന്ന് അഞ്ചങ്ങാടിക്ക് വരുന്ന ബസ്സിൽ കയറിയാൽ മതി. അതുപോലെ ചേറ്റുവേന്ന് വരുന്നവരാണെങ്കിലും അവർക്കും ബസ്സൊക്കെ കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. ലൈറ്റ് ഹൗസ് കാണാം. അതും കഴിഞ്ഞ് ബീച്ചും കണ്ട് സുഖമായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. നമുക്ക് സബ്സ്ക്രൈബൊക്കെ കുറവാണ്. ലൈക്കും കമൻറ്റും എല്ലാം തരണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.